ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേട് നടക്കുന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നത്. ഷഫീദ്, വേലി തന്നെ വിളവ് തിന്നുന്നോ എന്ന സംശയത്തിലാണോ പരിശോധന? അഷ്മി, ഇക്കാര്യത്തിൽ ഉറപ്പായും ഗൗരവത്തിലുള്ള ഒരു പരിശോധന വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ 11 മണി മുതലാണ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ആരംഭിച്ചത്. അതായത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഈ ഹോട്ടലിലെ ജീവനക്കാർക്ക് നൽകി വരുന്ന പരിശീലനത്തിൽ ക്രമക്കേട് നടക്കുന്നതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എടുക്കുന്ന ഭക്ഷ്യ സാമ്പിളുകളിൽ ഗുണനിലവാരമില്ല എന്ന പരിശോധനാ ഫലം വരുന്നവയിൽ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കാലതാമസം വരുത്തി അക്കാര്യത്തിൽ ചില സഹായങ്ങൾ ചെയ്തു നൽകുന്നു എന്നടക്കമുള്ള ഗുരുതര വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് മേധാവി ഇക്കാര്യത്തിൽ ഗൗരവമുള്ളൊരു പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ വിവിധ ഓഫീസുകളിൽ പരിശോധന ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലടക്കം പരിശോധന നടക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്തെ 14 ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓഫീസുകളിലും തിരഞ്ഞെടുത്ത 52 ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസുകളിലും ഉൾപ്പെടെ ആകെ 67 ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലാണ് മിന്നൽ പരിശോധന നടക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ടി.കെ. വിനോദ് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പിഴവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്നും സർക്കാരിനോട് ഗൗരവത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ സർക്കാരിനോട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് നൽകി തുടർ നടപടിക്ക് ശുപാർശ ചെയ്യാനുമാണ് വിജിലൻസിന്റെ തീരുമാനം. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭക്ഷ്യവിഷവാദ വാർത്തയൊക്കെ ആവർത്തിക്കുന്നതിനിടെ അത് പരിഹരിക്കേണ്ട സംവിധാനത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നോക്കാം എന്താണ് ആ പരിശോധന കണ്ടെത്തുക എന്നുള്ളത്.